ആ ഓക്കെ. അയ്യോ സാറേ ഞാനൊന്നും പറയില്ല. സർ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ വരവോടുകൂടി ഭക്ഷണമല്ലാത്ത മറ്റൊരാവശ്യത്തിനും മനുഷ്യോദ്ധാനം ആവശ്യമില്ലാതായിരിക്കുന്നു. എന്തൊക്കെ ഉണ്ടായിരുന്നാലും ഭക്ഷണം കഴിക്കാതെ ജീവിക്കാൻ നമുക്ക് സാധിക്കില്ല. എന്നാൽ കൃഷിനഷ്ടം കാരണം കർഷകരുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വൻ കൂലിച്ചിലവ്, തൊഴിലാളികളുടെ ലഭ്യതക്കുറവ്, വെള്ളത്തിൻ്റെയും വൈദ്യുതിയുടെയും ക്ഷാമം എന്നിവയാണ് കൃഷിനഷ്ടത്തിന് കാരണം. അവ ഒരു പരിധിവരെ പരിഹരിക്കാൻ ഞങ്ങളിവിടെ അവതരിപ്പിക്കുന്നു സെൽഫ് കൺട്രോൾഡ് സോളാർ മോട്ടോർ. സർ, കൃഷി സ്ഥലത്ത് ഘടിപ്പിച്ചിരിക്കുന്ന സെൻസർ കൃഷി സ്ഥലത്തെ ഈർപ്പം തിരിച്ചറിയുന്നു. സോളാർ പാനലിൽ നിന്നുള്ള വൈദ്യുതി ബാറ്ററിയിൽ സംഭരിക്കുന്നു. ആവശ്യത്തിന് വെള്ളമായി കഴിഞ്ഞാൽ സെൻസർ ഓട്ടോമാറ്റിക്കലി ഓഫ് ആകുന്നു. സർ, ജോലിക്കാരുടെ സഹായമില്ലാതെ തന്നെ കൃത്യമായി നനയ്ക്കാൻ ഇതുകൊണ്ട് സാധിക്കുന്നു. അതോടൊപ്പം വെള്ളം പാഴായി പോകാതിരിക്കാനും ഊർജം സംഭരിക്കാനും കഴിയുന്നു. ഇതുവരെ വൈദ്യുതി എത്തിയിട്ടില്ലാത്ത സ്ഥലങ്ങളിൽ പോലും ഇതുപയോഗിച്ച് എളുപ്പത്തിൽ കൃഷി ചെയ്യാൻ സാധിക്കും. ഞാനോ ഏത് വയ്ക്കണ്ടി? സർ, ജോലിക്കാരുടെ സഹായമില്ലാത്ത എനിക്ക് മനസ്സിലാവില്ല ആരാ ഇത്. സർ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ വരവോടുകൂടി ഭക്ഷണമല്ലാത്ത മറ്റൊരാവശ്യത്തിനും മനുഷ്യോദ്ധാനം ആവശ്യമില്ലാതായിരിക്കുന്നു. പക്ഷേ എന്തൊക്കെ ഉണ്ടായിരുന്നാലും ഭക്ഷണം കഴിക്കാതെ ജീവിക്കാൻ നമുക്ക് സാധിക്കില്ല. എന്നാൽ കൃഷിനഷ്ടം കാരണം കർഷകരുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വൻ കൂലിച്ചിലവ്, തൊഴിലാളികളുടെ ലഭ്യതക്കുറവ്, വെള്ളത്തിൻ്റെയും വൈദ്യുതിയുടെയും ക്ഷാമം എന്നിവയാണ് കൃഷിനഷ്ടത്തിന് പ്രധാന കാരണം. അവ ഒരു പരിധിവരെ പരിഹരിക്കാൻ ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നു സെൽഫ് കൺട്രോൾഡ് സോളാർ മോട്ടോർ. സർ, ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന സാധനങ്ങൾ എന്ന് വെച്ചാൽ ഒരു മിനി സോളാർ പാനൽ, ഒരു സെൻസർ, ഒരു സ്ലൈഡ് സ്വിച്ച് എന്നിവയാണ്. സർ, കൃഷിസ്ഥലത്തെ ഈർപ്പം കുറയുമ്പോൾ മോയ്സ്ചർ സെൻസർ അത് തിരിച്ചറിഞ്ഞ് കൃഷിസ്ഥലത്തേക്ക് ഓട്ടോമാറ്റിക്കലി വെള്ളം പമ്പ് ചെയ്യുന്നു. ആവശ്യത്തിന് വെള്ളമായി കഴിഞ്ഞാൽ കൃഷിസ്ഥലത്തെ ഈർപ്പം തിരിച്ചറിഞ്ഞ് അത് ഓട്ടോമാറ്റിക്കലി ഓഫാകുന്നു. സർ, ജോലിക്കാരുടെ സഹായമില്ലാതെ തന്നെ കൃത്യമായി നനയ്ക്കാൻ ഇതുകൊണ്ട് സാധിക്കുന്നു. അതോടൊപ്പം വെള്ളം പാഴായി പോകാതിരിക്കാനും ഊർജം സംഭരിക്കാനും കഴിയുന്നു. ഇതുവരെ വൈദ്യുതി എത്തിയിട്ടില്ലാത്ത സ്ഥലങ്ങളിൽ പോലും ഇതുപയോഗിച്ച് എളുപ്പത്തിൽ കൃഷി ചെയ്യാൻ സാധിക്കും.